ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എന്താണെന്ന് കേട്ടറിയണതിനേക്കാളും നല്ലതല്ലേ കണ്ടറിയണത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ചടപ്പിച്ചാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇന്നെന്താ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്കത് വെറുതെ കുക്ക് ചെയ്യണത് മാത്രം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ, ബോറടിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ടെറസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ടെറസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നല്ല മഴയൊക്കെ പെയ്ത് പായൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ കയറിയാലാണ് ഈ മുരിങ്ങയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മുരിങ്ങക്കറിയാണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് മുരിങ്ങക്കറി വയ്ക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറേ ആ ഒരു പഴുത്ത ഇലയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫ്രഷാക്കി വെച്ചത്. കാണുമ്പോൾ അതിൽ നല്ല മഞ്ഞ കളറൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ മുകളിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഞാൻ ഇന്നാളൊരു 2 തെയ്യ് മുളച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ട് പടർന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണത്, കാണുന്ന എല്ലാ ഭാഗത്തും എന്തൊക്കെയോ വേറെ പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതാണ് സംഭവം. ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് ഇത് ചൊരയ്ക്കാന്നാണ് ഞങ്ങൾ പറയാറുള്ളത് കേട്ടോ. അതിൽ 5-6 പിഞ്ചിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. അത് വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പളങ്ങയൊക്കെ കഴിക്കില്ലേ എന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേരറിയാന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താളേ. അപ്പോൾ ഇനി ഇത് ഇവിടെ എല്ലാവിടെയും പടർന്ന് നിൽക്കും കേട്ടോ. കുറേ വരും. അപ്പോൾ നമുക്ക് പറിച്ച് കുറേ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത് കറി വെക്കണതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ഇടാം. എല്ലാവരും കാണണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുരിങ്ങ ഞാനിതാ പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഊരിയെടുക്കാം. അപ്പോൾ മുരിങ്ങയൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഊരി റെഡിയാക്കണം. അതാണിപ്പോൾ വലിയ ടാസ്ക്. അപ്പോൾ പഴയ പോലെ വീഡിയോസൊന്നും ഇടാനൊന്നും തോന്നണേ ഇല്ല. കാരണം എങ്ങനത്തെ വീഡിയോ ഇട്ടാലും കയറണമൊന്നുമില്ല. നമ്മുടെ വീഡിയോസൊന്നും എന്താ പറയുക, ഒരു ഇഷ്ടമില്ല തോന്നുന്നുണ്ട് ആൾക്കാർക്കൊന്നും. വലിയ വ്യൂസൊന്നും കയറണില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലാണ് ഇതിൽ മുന്നേറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളതിനായിട്ട് പരിശ്രമിക്കണമുണ്ട്. പക്ഷേ ഇനി എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടതെന്ന് എനിക്കറിയണില്ല. എന്താ പറയുക, അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ ഉടായ്പ് വീഡിയോസൊക്കെ ഉടായ്പ് മീൻസ് ഒരു കണ്ടൻ്റ് ഇല്ലാത്ത വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കണ്ട. എപ്പോഴും കാണുന്ന ആൾക്കാർ മാത്രം നമുക്ക് പോരാലോ. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഡോളറും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും എല്ലാം വരുള്ളൂ. അതുകൊണ്ടൊരു മൂഡില്ല. പലതരം വീഡിയോസൊക്കെ ഇട്ട് നോക്കി, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസായിട്ടും അതുപോലെ പിന്നെ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളെ നമ്മൾ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കുട്ടികളൊന്നും ഉൾപ്പെടാണ്ട് മാക്സിമം ഒഴിവാക്കിയിട്ട് ചെയ്യണത്. അത് കമൻറ്റ് ബോക്സ് ഓഫ് ആകും. പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുട്ടികളിലൊന്നും അധികം ഉൾപ്പെടുത്താത്തത്. വീഡിയോ ഡിലീറ്റായിട്ട് പോകും. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുട്ടികളെ കൂടുതലും ഉൾപ്പെടുത്താത്തത്. അവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല തമാശയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എന്തോ അങ്ങനെ ഒരുപാട് ചെയ്യാനും പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗാണ് നമ്മുടെ കണ്ടൻറ്റ്. അതിൽ ഇതുപോലെ മുരിങ്ങ ഊരണതും വെക്കണതും കഴിക്കണതും പിന്നെന്താണ് മോർണിംഗ് റൊട്ടീനും പിന്നെ ഈവനിങ് വ്ളോഗും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറയുക, അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ടിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് എന്താ പറയുക, കഴിവില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ ലോകം കീഴടക്കിയ സംഭവങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നീന്തി തോൽപ്പിക്കുക, അതുപോലെ ഓടിത്തോൽപ്പിക്കുക, അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കണത് നമ്മൾ ചെയ്യുക. അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ആ മുകളിൽ കയറിയിട്ട് വന്നപ്പോഴേ മൊത്തം വേർത്തു. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി, ഇക്ക വർക്കിന് പോയി. അപ്പോൾ അവർ വരുമ്പോഴേക്കിനൊക്കെ എല്ലാം റെഡിയാക്കണം. കുട്ടികൾക്ക് ഉച്ച വരെയുള്ളൂ എക്സാമാണ്. അപ്പോൾ ഉച്ച വരെയുള്ളൂ ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തായാലും അവർ വരും. അപ്പോഴേക്കിനും മുരിങ്ങക്കറി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഷോർട്സ് ലൈവ് അതുപോലെ വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെന്താ പറയുന്നത്, എന്തായാലും നമുക്ക് ഈ കറിയൊന്നും വെക്കാമല്ലേ. ഇതുപോലെ സംസാരിച്ചിട്ട് ഇരുന്ന് വെച്ചാൽ പിന്നെ കറി ഇന്നാവില്ല. പിന്നെ കുട്ടികൾ വന്നാൽ എന്നെ ചീത്ത പറയും. അതുകൊണ്ട് എന്തായാലും അത് വേണ്ട. അപ്പോൾ എന്തായാലും കറി വെക്കണതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. മുരിങ്ങക്കറി ആർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിത് മുരിങ്ങ ഊരണതിൻ്റെ ആ മുമ്പ് തന്നെ ഞാൻ പരിപ്പൊക്കെ വേകാൻ വെച്ചു കേട്ടോ. അപ്പം അതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ഞാൻ കുക്കറിലാണ് കേട്ടോ അത് ചെയ്യണത്. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നതും പരിപ്പൊക്കെ വേകും. അപ്പോൾ ഞാനിതാ ഈ മുരിങ്ങയെല്ലാം ഊരിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതയ്ക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ ചതച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാനെന്താ ഈ മെല്ലെ പറയണമെന്ന് വെച്ചാൽ എനിക്ക് കോൾഡായിട്ട് നല്ല വിഷമമുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോൾ ഒരു കിതപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഡിസ്റ്റർബൻസ് ആയെങ്കിൽ സോറി. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ മാക്സിമം സ്പീഡിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഈ മുരിങ്ങ ഞാൻ ആ ഒരു പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രമാത്രം ഞാൻ ഇതിന് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിൽ ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരിക കേട്ടോ. ഇതാ തേങ്ങയൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ മാക്സിമം സ്പീഡിലാണ്. നിങ്ങൾ ബോറടിച്ചിട്ട് വേഗം പോകണ്ട, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതാ ആ ഒരു അരപ്പ് കൂടെ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി തിക്കായിട്ട് വന്നിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അപ്പുറത്തെ അടുപ്പത്തോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയൊരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ അത്യാവശ്യമാണ്. അതിൽ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇട്ട് പിന്നെ 2 വറ്റൽമുളകും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അടിപൊളി ഒരു മുരിങ്ങക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഹെൽത്തി ആണെന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ ഈ ഒരു അടിപൊളി കറി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.